ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറിച്ചട്ടി കുക്കിംഗ് ചാനൽ. കറിച്ചട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചൂര മീൻ്റെ അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ടാവും. അതപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിഴിഞ്ഞം ഹാർബറിൽ പോയിട്ട് ലൈവായിട്ട് വാങ്ങിച്ച ഫിഷാണ്. അതിനെ മേടിച്ചിട്ടാണ് നമ്മളിത് അച്ചാർ ചെയ്യുന്നത്. ഇത് വിഴിഞ്ഞം ഹാർബറാണ്. അവിടെ ഇതുപോലെ ചെറിയ ബോട്ടുകളിലൊക്കെ മീനിന് പിടിക്കാൻ വേണ്ടി പോയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഓപ്ഷനിലൊക്കെ വിൽക്കുന്നുണ്ട്. സോ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് മീനൊക്കെ വാങ്ങിക്കും, ലൈവായിട്ട് വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് വിൽക്കുന്നവരുണ്ട്, കറി വയ്ക്കാൻ കൊണ്ടുപോകുന്നവരുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മീൻ കച്ചവടക്കാരൊക്കെ ഇവിടെ വന്നിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകും. കുറേ മീൻ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അപ്പം ഇതുപോലെ തന്നെ ഞാനും കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. ഇതുപോലെ പല പല മീനുകളുണ്ടാവും. ഇതുണ്ട്, ഇത് ഓപ്ഷനിൽ വിൽക്കുന്നുണ്ട്, ഇവിടെ ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. വലിയ വലിയ മീനുകളുണ്ട്, ചെറിയ മീനുണ്ട്, അയല, മത്തി, ഇങ്ങനെ പല മീനുകളുണ്ട്. ഈ മീനൊക്കെ ഏതാണ്ട് 6000-7000 രൂപയ്ക്കാണ് ഇത് ഓപ്ഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനും ഇതുപോലെ ഒരു 6-7 മീനും ഇതുപോലത്തെ ഞാൻ ചൂര മേടിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്കതിനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഇവിടെ തന്നെ സൈഡിൽ ക്ലീനാക്കി തരാൻ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ നമുക്കിത് ക്ലീനാക്കി തന്നോളും. ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയാക്കി നമുക്ക് വേണ്ട രീതിയിൽ മുറിച്ച് തരും. അപ്പോൾ നമ്മളൊരു അമ്മച്ചോട് ഒന്ന് ക്ലീനാക്കാൻ പറഞ്ഞ് നമ്മൾ മീൻ ക്ലീനാക്കി തരുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് അച്ചാറൊക്കെ ആക്കണം. നമുക്ക് നല്ല ഇഷ്ടം പോലെ ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ. മീൻ പിടിക്കാൻ പോകുന്നവർ, അങ്ങനെ ഇത് മീൻ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊടുത്തിട്ട് തിരികെ പോകുന്നവരും പല പല ബോട്ടുകളുണ്ട്. ഇപ്പോൾ വന്നൊരു ബോട്ടാണ്. അപ്പോൾ ഇതിൽ മീൻ റെഡിയുണ്ട്. അതിനെ ഇനിയും കണ്ട ഇതുപോലെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കൊട്ടയിലെടുത്തിട്ട് ഇതിനെ ഓപ്ഷന് വയ്ക്കും. മീൻ പിടിക്കുന്നതിൻ്റെ വല. അതുപോലെ ഇതിപ്പോൾ വന്ന ഒരു ബോട്ടാണ്. അതിനകത്ത് കുറേ അയല മീനൊക്കെ കാണാം. ഇതവിടെ ഹാർബറിൻ്റെ പണി നടക്കുവാണ്. അതിൻ്റെ ഇവിടെ കുറേ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ കാണാം. ഇതിപ്പോൾ ഒരു ഏകദേശം 4 കിലോ മീനോളം എടുത്ത് നമ്മൾ ക്ലീനാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഇടാം. നമുക്ക് അച്ചാറിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി, പിന്നെ കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിന് ആവശ്യത്തിന് വേണ്ടത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ. ഇതിനെ നിന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഇതിന് മാരിനേഷന് വെക്കണം. മാരിനേഷൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ മാരിനേഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളൊരു വലിയൊരു മൺചട്ടി വെച്ചിട്ട് നമുക്കിതിനൊന്ന് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഒരു 3 സ്പൂണോളം
ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഒരു ബ്രൗൺ കളർ വരുന്നത്ര നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കടുക് ഒരു 6 സ്പൂണ്. ഇപ്പോൾ 3 സ്പൂൺ ഉലുവ എടുത്തുകൊണ്ട് 6 സ്പൂണ് കടുകും കൂടെ എടുക്കുകയാണ്. അതിൻ്റെ ഇരട്ടി അളവാണ്. ജീരകം കൂടെ അതുപോലെ തന്നെ ജീരകവും 6 സ്പൂൺ എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. കറിവേപ്പില നന്നായിട്ട് ഉണങ്ങി നല്ല പടപടന്ന് പൊടിയുന്ന പരുവത്തിലാക്കി നമുക്ക് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് കാണിക്കുന്നത്. കാരണം ഞാൻ 4 കിലോ ചൂര മേടിച്ചിട്ട് പിന്നെ അത് വീഡിയോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമത് മീൻ മേടിച്ചിട്ട് ഇതിപ്പം ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഇത് ചെയ്ത് വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ച് കാണിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുവാണ് ഇതിനെ. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യണത് ഒരു ചീനിച്ചട്ടി നമ്മൾ അടുപ്പത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഇത് കണ്ടോ, നമ്മൾ പേസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പേസ്റ്റും കൂടെ നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇനി ആ പേസ്റ്റിനെ നമുക്ക് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലിയും പിന്നെ കറിവേപ്പിലയും കൂടെ ഉള്ള മിക്സാണ്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഈ പച്ചപ്പ് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇത് കണ്ടില്ല, ഇപ്പം നന്നായിട്ട് കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ജീരകം, ഫെനുഗ്രീക്ക് പിന്നെ കടുക് എന്തുണ്ട് ഇതിൻ്റെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മീൻ ഇതിൽ മസാലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അച്ചാർ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിനേഗറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വിനേഗർ ഇട്ടില്ലെങ്കിൽ കുറേ ദിവസം നിൽക്കത്തില്ല. അതുകൊണ്ടാണ് വിനേഗർ ചേർത്ത് കൊടുക്കുന്നത്. വിനേഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. എന്തായാലും ചൂരമീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യുന്നതാണ്. നല്ല മീൻ വാങ്ങിച്ചിട്ട് അച്ചാർ ഇടുക. എന്നും ഇത് ആഹാരത്തിൽ ഉപയോഗിക്കാൻ നല്ലതാണ്.
അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ല അടുത്ത ഒരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.